Thank you, Jesus. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. നന്ദിയുള്ള ഹൃദയത്തോടെ ഈ പകൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മുടെ മധ്യ ആഗതനായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുക. എല്ലാ ധരങ്ങളും തുറന്ന് ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഹല്ലേലൂയ ആഗതനാകുവാൻ സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോൾ അവരുടെ മധ്യ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽ ഹല്ലേലൂയ നന്ദിയോടെ ഹല്ലേലൂയ നമ്മുടെ അധരങ്ങൾ തുറന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വരുമല്ലോ. ഹല്ലേലൂയ. ഇന്നലകളിൽ ഹല്ലേലൂയ അത്ഭുതകരമായി ആമേൻ അതിശയകരമായി ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം താങ്ങായി തണലായി കൂടെയിരുന്ന് നമ്മെ നടത്തിയെങ്കിൽ എന്ന് പകലതോർത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവൻ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കാലുകളിന്മേൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ആമേൻ അവിടുന്ന് നമ്മെ സൂക്ഷിച്ചെങ്കിൽ, അവിടുന്ന് നമ്മെ പരിപാലിച്ചെങ്കിൽ ഹല്ലേലൂയ എന്ന് പകൽ നന്ദിയോടെ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏഴ് പൊന്നിലോളക്കുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ ഹല്ലേലൂയ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഹല്ലേലൂയ. സകല സൃഷ്ടിജാലങ്ങളും ഒന്നുപോലെ ആരാധിക്കുന്ന സർവശക്തനായ കർത്താവിനെ ആമേൻ അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ഇന്നലകളിൽ തകർന്നു പോകാമായിരുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ നമ്മെ കൈപിടിച്ച് നടത്തിയെങ്കിൽ അതോർത്ത് ആമേൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് നൽകിയ നന്മകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്ന നാഥ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചാട്ട്, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയാട്ട് ഇന്ന് പകൽ സർവശക്തനും സർവജ്ഞാനിയും സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിന് ആമേൻ അവിടുന്ന് നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരായി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കർത്താവെ അവരുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. നന്ദിയല്ലാതെ ഒന്നും അറിയിപ്പിക്കുവാനില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ആരെങ്കിലും ഈ ലൈവിൽ ഹല്ലേലൂയ സമയം വേർതിരിച്ച് അങ്ങേ ആരാധിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. നന്ദിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദിപിതാക്കന്മാർ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ പകൽ അങ്ങേ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷിപ്പാൻ അടികളെ ശക്തീകരിക്കണമേ.
ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഇന്ന് പകൽ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. നല്ല സങ്കീർത്തനങ്ങൾ നൽകണം കർത്താവേ, പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം കർത്താവേ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും അസമാധാനത്തിലുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ ദിവ്യ സമാധാനം അനുഭവിപ്പാൻ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചാൽ ആദ്യോടൊക്കെ പരിശുദ്ധാത്മാവാം ദൈവം കൂടിയിരിക്കണം. മഹത്വവും മാനവും പുകഴ്ച അവിടത്തേക്ക് മാത്രം അർപ്പിക്കുക. ലോകമെമ്പാട് നടക്കുന്ന സകല വിശുദ്ധന്മാരുടെ ആരാധന അനുഗ്രഹിക്കുന്നതോടൊപ്പം അടികളുടെ ആരാധന അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒന്ന് രണ്ട് പാട്ടുകൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah.
അന്തിനുമായവനെ ഇന്ന് പകലിൽ പാടി ആരാധിപ്പാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ തളർന്നു പോകാതെ ഹല്ലേലൂയ നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ആമേൻ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നന്ദിയോടെ ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ും
കർത്താവിനെ നമ്മുടെ പവറുകൾ ഉയർന്ന് ആരാധിക്കാം. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയുമായ അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ചവർ, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഇപ്പോൾ ഹല്ലേലൂയ എല്ലാവരെയും ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസി പ്രിയ ഷീത ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ വത്സലമായി സ്നേഹിക്കുന്ന സ്തുതിക്കുന്ന നല്ല കർത്താവേ, അനുഗ്രഹമായ നല്ല പരിശുദ്ധ പൽക്കാലത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ പരിശുദ്ധ പൽക്കാങ്ങി ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന പോലെ കർത്താവേ, ഇത് പൽക്കാരവരുടേതായ ഭവനങ്ങളിലെ കർത്താവ് ചർച്ചകൾ ആരാധിക്കുമ്പോൾ അടിയങ്ങൾക്ക് നൽകുന്ന സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഭവനത്തിലായിരിക്കും കർത്താവ് കൃപ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലത്ത് ആരാധന കർത്താവ് വളരെ അനുഗ്രഹമായി തീർന്ന കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇല്ലായ്മ ഞങ്ങളോടുകൂടെ ആരാധന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ആരാധന അവരുടെ ജീവിതം വളരെ അനുഗ്രഹമായി തീർന്ന കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ.
ഹല്ലേലൂയ. കഴിഞ്ഞ രാഴ്ചക്കാലം കർത്താവെ ഞങ്ങൾ നടത്തിയ എല്ലാവിധം പ്രാർത്ഥിക്കുന്ന കർത്താവെ ആപത്താന്തങ്ങളോ ദുഃഖങ്ങളെ പാർശ്വതെല്ലാം കർത്താവ് വിടിയിച്ച് അമ്മേ ഹല്ലേലൂയ. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന അപ്പൻ്റെ കര ഞങ്ങളോട് ഓരോ ദിവസം ഞങ്ങളോട് കൂടി സഹായിച്ചിട്ടത്തോടെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾ നിന്നതല്ല കർത്താവ് ഇവിടെ നിർത്തിയതാണല്ലോ കർത്താവെ. ഓരോ ദിവസം കർത്താവെ അവിടെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി കർത്താവെ. സൂചിച്ചാലും മതിയില്ലാത്ത ഓരോ ദാനങ്ങളെ കൊണ്ട് അപ്പൊ അവിടെ നിൽക്കുന്ന ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു. സ്തോത്രം. മനമേ ഹോവാഴ്ത്താൻ സർവാന്തരമേ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവാഴ്ത്താൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാൻ തിരുവനന്തപുരം വായിക്കുന്നവർ അപ്പം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി തരുക. അപ്പൊ അവർ സഹായിക്കും അവരോട് മേൽ പ്രാർത്ഥിക്കും. ഞാൻ എന്റെ കണ്ണുപറകളിലേക്ക് സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയെന്ന് വരുന്നു പറയുന്ന സങ്കീർത്തനക്കാരോട് ചേർന്ന് കർത്താവിനെ സുൽഭം മഹത്വപ്പെടുത്തുക. അപ്പൊ അവർ സഹായിക്കുന്ന നന്ദിയോട് ശ്രദ്ധിക്കുന്നു. സ്തോത്രം. പൽക്കാലം മുട്ടോളമല്ല അരിയോളമല്ല നീതിയല്ല കടപ്പമായ നീതുക കുടുംബമായി സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നതാവേ. ഇന്നത്തെ പാട്ട് പ്രാർത്ഥന ആരാധന സങ്കീർത്തനമായ ശുശ്രൂഷ എല്ലാം വളരെ അനുഗ്രഹമായി തീരുക. അപ്പൊ അങ്ങേക്ക് പ്രസാദകരമായ ഒരു യാഗം അർപ്പിപ്പ് അംഗത്താവെ ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പൽക്കാലം ശക്തമായ ദാസനക്കാരങ്ങൾക്ക് ഉപയോഗിക്കുക. വർഷം കൂടാതെ വിളിച്ചു പറയാൻ ദൈവദൂതകൾ വിളിച്ചു പറയാൻ ദൈവമർമ്മങ്ങൾ വിളിച്ചു പറയാൻ ശക്തമായി കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കണമേ. ഭൂമിയെ നൽകിയും ശബ്ദം ആമെ വനങ്ങളെ തൊഴിലിരിക്കുമാകുമ്പോ ശബ്ദം മാൻപേടകൾ പ്രസംഗിക്കുമാകുമ്പോ ശബ്ദം ഇതുപോലെ ഞങ്ങളുടെ കാലുകൾ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ. ഹല്ലേലൂയ. ആരാധന കൂടുക കർത്താവെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അല്പസമയം അവിടെ പാതോർത്തിങ്ങുമ്പോ മനസ്സിലെ ഭയഭക്തിയുടെ ആവശ്യത്തെ അല്പങ്ങൾ അവിടെ ആക്കണം. അപ്പ വരുന്ന ആഴ്ചക്കാലം ജീവിക്കാൻ ആവശ്യമായ ജീവമന്വേഷിപ്പ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലവസരമായി തിരുമേനെ കൂടി സഹായിക്കണം. സമസ്ത വിഷയത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ്. ഹല്ലേലൂയ. സകല നാമത്തിനു മേലായ നാമം കൊടുത്ത് പിതാവായ ദൈവം ഉയർത്തിയിരിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ കൂടി വന്ന് ഇന്ന് പകലിലും ആരാധിപ്പാൻ നമ്മെ യോഗ്യതയുള്ളവരാക്കി മാറ്റിയ നമ്മുടെ കർത്താവിനെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ലൈവിൽ ആമേൻ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ തലമുറകൾ, ആമേൻ അവരുടെ സമസ്ത മേഖലകളിൽ ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കട്ടെ. അവരുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ ഇന്ന് പകൽ അവർ സന്തോഷിക്കുവാൻ ഉതകുമാറും പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവരായിരിക്കുന്നിടത്ത് ആമേൻ ചലിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇന്ന് പകൽ ആരെങ്കിലും രോഗികളായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആമേൻ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ആമേൻ അതെ എരിഹോവിന് ചുറ്റും ഉയർന്ന മതില് അമർന്നു പോയതുപോലെ ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ആരോഗ്യത്തിന് അതേ തടസ്സമായി, നന്മയ്ക്ക് തടസ്സമായി, സന്തോഷത്തിന് തടസ്സമായി, വിടുതലിന് തടസ്സമായി ശത്രു ഉയർത്തിയിരിക്കുന്ന മതിലുകൾ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ആർപ്പിടുമ്പോൾ അമർന്നു പോകുവാൻ ഇടയാകട്ടെ. ഓ ജനത്തിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറാകുന്ന ദൈവജനത്തിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ വിഭജിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. തീക്കൽ പാറയിൽ നിന്ന് ഹല്ലേലൂയ. അതേ ദൈവജനത്തിന് ആവശ്യമായ നന്മകൾ നൽകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ആമേൻ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം, ആലോചനയിൽ വലിയവനായ ദൈവം ഇന്ന് പകൽ ഹല്ലേലൂയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് നമ്മോട് മനസ്സലിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് ആമേൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഷീജ, ആമേൻ എന്റെ ഭാര്യ ഷീജ ഇപ്പോൾ ആമേൻ 119 സങ്കീർത്തനം അതിന്റെ 61 മുതൽ ആമേൻ 68 വരെയുള്ള വേദഭാഗം ആമേൻ ശബ്ദമുയർത്തി വായിക്കുന്നതായിരിക്കും. നമുക്ക് വാക്യപ്രതി വാക്യമായി ചേർന്ന് വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൈസ ആമേൻ. നമുക്ക് 119 സങ്കീർത്തനം അതിന്റെ 61 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രദമായി വായിക്കാം. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു.
161 മുതൽ 168 വരെയുള്ള വേദഭാഗമാണ്. ആമേൻ. 119ന്റെ 161 മുതൽ 168. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്ക് പകച്ചു വെറുക്കുന്നു, നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എന്റെ എല്ലാ വഴികളിലും നിന്റെ മുമ്പാകിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചു നാം നമ്മോട് സ്തുതിക്കും. സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനം വളരെ അനുഗ്രഹമായി തരുക. ഈ ലൈവിൽ ഞങ്ങളോട് കൂടി ആയിരിക്കും പ്രിയപ്പെട്ടവർക്ക് അത് വളരെ അനുഗ്രഹമായി തരുവാൻ കർത്താവ് സഹായിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാ നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം. ഇന്ന് വൽക്കാലം അനുഗ്രഹപ്പെട്ട 119 സങ്കീർത്തനം അതിന്റെ 163 168 വരെയുള്ള വാക്യങ്ങൾ വായ്പയുടെ കർത്താവേ, സങ്കീർത്തനത്തിലൂടെ ഇത് വൽക്കാൻ ഞങ്ങളോട് സംസാരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങളെ വെളിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചു. ദാസനക്കാരങ്ങൾക്ക് ഉപയോഗിക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരം കൂടി സഹായിക്കുമാറാകണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് പകൽ നമ്മെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവം, ഹല്ലേലൂയ, അതേ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്ന ആരും നിരാശരായി ആമേൻ പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ എന്ത് ചെയ്യാണ്? ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ചില പ്രഭുക്കന്മാരിൽ, ചില രഥങ്ങളിൽ, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നു. ഞാനോ എന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രഭുക്കന്മാർ, ഭക്തൻ പറയുക, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിലും കാര്യമില്ലാതെ ഉപദ്രവം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആ വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം എവിടെയാണ് കിടക്കുന്നത്? ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ ആമേൻ ഒരു ചോദ്യത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എവിടെയാണ് കിടക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് വായിക്കപ്പെട്ട സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുവാനായി പോകുന്നത്. ആമേൻ. വെറുതെ എന്നെ ഉപദ്രവിക്കുന്നവർ എന്റെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ. ആരാ ഉപദ്രവിക്കുന്നത്? ശത്രുക്കളല്ലേ? ആമേൻ. സ്നേഹിക്കുന്നവർ ആരെയും ഉപദ്രവിക്കാറില്ല. പിന്നെ ആരാണ് ഉപദ്രവിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഉപദ്രവം സഹിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, ഇതൊക്കെയാണെങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുകയാണ്. എനിക്ക് കഴിവോ പ്രാപ്തിയോ ആമേൻ ഒന്നുമില്ലാഞ്ഞിട്ടല്ല ആമേൻ മൗനം പാലിച്ചിരിക്കുന്നത്. ആമേൻ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആമേൻ ഈ ഉപദ്രവം സഹിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കി മാറ്റുന്ന ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ ലൈവിൽ ഉണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ
ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന, കാര്യമില്ലാത്ത കാര്യത്തിന് ഉപദ്രവം സഹിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ, ആമേൻ ഈ വചനം അതെ ശ്രദ്ധിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇന്ന് പകൽ ആമേൻ പറയുന്നു, വലിയ കൊള്ള കണ്ട് കിട്ടിയവനെ പോലെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന, ഉപദ്രവങ്ങളിൽ കടന്നു പോകുന്ന ഒരു ഭക്തൻ സന്തോഷിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് ചലിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിരാശകൾ മാറി, വേദനകൾ മാറി, ആകുലതകൾ മാറി, അസമാധാനത്തിലായിരിക്കുന്നവർ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവന്റെ വചനത്തിലൂടെ ആനന്ദിക്കുവാൻ പോകുകയാ, സന്തോഷിക്കുവാൻ പോകുകയാ. അവൻ സന്തോഷിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർ കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ ഇന്ന് പകൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ആമേൻ 165 വാക്യം, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. എന്തിനോട് പ്രിയമുള്ളവർക്ക്? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. വെറും സമാധാനമല്ല, മഹാമാരി നിമിത്തം അനേകര് ആമേൻ അസമാധാനം അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, അനേകര് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുക, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. മഹാമാരി നിമിത്തം, മഹാവ്യാധി നിമിത്തം, ഹല്ലേലൂയ, അനേകര് അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുമ്പോൾ, ധർമ്മ സങ്കടത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭക്തൻ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണം ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അങ്ങനെയുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. ഹല്ലേലൂയ. ആരോടാണ് അടുത്ത് വരാത്തത്? ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ഈ വചനം നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്, നിന്നെ ആനന്ദിപ്പിക്കുന്നതാണ്, നിന്നെ സൗഖ്യമാക്കുന്നതാണ്, നിന്നെ വിടുവിക്കുന്നതാണ്. ആമേൻ ഈ ന്യായപ്രമാണം ഇഷ്ടപ്പെടുന്നവർക്ക് മഹാസമാധാനം. മാത്രമല്ല ആമേൻ വീഴ്ചയ്ക്ക് ഹല്ലേലൂയ സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളാ തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ ആമേൻ സമപ്രായത്തിലുള്ള പ്രിയപ്പെട്ടവരാ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ എന്ത് ചെയ്യണം? പ്രത്യാശ വെക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകും. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് പകൽ ആമേൻ ആനന്ദിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നവർ, ഹല്ലേലൂയ, മൗനമായിരിക്കാതെ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നാം ഒരുമിച്ച് ആ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നല്ലോ. 164 വാക്യത്തിൽ, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിൽ അവൻ 3 പ്രാവശ്യം യെരുശലേമിന് നേരെ കിളിവാതികൾ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു ഭക്തൻ പറയുകയാണ്, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ മടിയില്ലാതെ കണ്ട് ആമേൻ സ്തുതിക്കുവാൻ തയ്യാറാകുന്ന ആരുണ്ട്? അവർ സന്തോഷം, മഹാസമാധാനം അനുഭവിക്കുവാൻ പോകുകയാണ്. ആമേൻ ന്യായപ്രമാണത്തെ ഇഷ്ടപ്പെടുന്ന ആരുണ്ട്? ഹല്ലേലൂയ. അവർ ആമേൻ
വിടുതൽ പ്രാപിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ വായിക്കപ്പെട്ട സങ്കീർത്തനത്തിന്റെ ആമേൻ 119 165 വാക്യം ഒന്ന് വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് ആമേൻ ഒന്ന് പറഞ്ഞേ. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ആമേൻ. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പകൽ ആമേൻ തുടർന്ന് ആമേൻ നാം ദൈവവചനം ആമേൻ ശ്രദ്ധിക്കുവാനായി പോകുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. മഹാമാരി അനേകരെ അസമാധാനത്തിലാക്കുമ്പോൾ ഇന്ന് പകൽ നീ ഇഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്തെയാണെങ്കിൽ ആമേൻ നിനക്ക് മഹാസമാധാനം ഉണ്ടാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവം പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്നാൽ അത് അനുഭവിക്കുവാൻ കഴിയാതെ ചില തടസ്സങ്ങൾ, ഞെരുക്കങ്ങൾ, ചില ഉപദ്രവങ്ങൾ, ചില കടക്കെണികൾ, ആമേൻ ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ നിന്നെ ദണ്ഡിപ്പിച്ച് നിന്നെ ഒരുക്കിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, ആ മഹാസമാധാനത്തിലേക്ക്, ആ മഹാസന്തോഷത്തിലേക്ക്, അവൻ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ച് നയിപ്പാൻ ശക്തനായവൻ ഇന്ന് പകൽ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ പറയുന്നു, ഞാൻ ദിവസം 7 പ്രാവശ്യം അവനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഭക്തൻ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? അവൻ ആമേൻ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവൻ കാണാറുണ്ട്. പക്ഷേ അതിനെ ഒന്നും പ്രിയമായി എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. അവന് പ്രിയം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തെയായ. ഹല്ലേലൂയ. യൗവനക്കാരികളെ ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കൾ, ആമേൻ, അതേ സഹോദരങ്ങൾ, കൂടപ്പറപ്പ് ഒക്കെ അരുതേ എന്ന് പറയുന്നത് ലംഘിച്ച് അതേ ഇഷ്ടപ്പെടുന്നത് ആമേൻ ഹല്ലേലൂയ അതേ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവം ആമേൻ സൃഷ്ടിപ്പാൻ തക്കവണ്ണം കാരണമാകുന്നത് കൊണ്ട് ഹല്ലേലൂയ അതേ ലോകത്തിൽ ആമേൻ നാം അതേ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. മാതാപിതാക്കളെ അനുസരിക്കാതെ, സഹോദരങ്ങളെ, കൂടപ്പറപ്പിനെ ആമേൻ ബഹുമാനിക്കാതെ, സ്വന്തം താല്പര്യങ്ങൾക്ക് ആമേൻ വ്യക്തിഗത ആമേൻ അതേ സ്വാർത്ഥ ആമേൻ അതേ സന്തോഷത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പലരും നിരാശപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കാതുകൾ കൊണ്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും അതേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എത്രയോ ആമേൻ ദുരിതങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ പലതിനെയും ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ അവരുടെ ജീവിതം അതേ നരകതുല്യമായി. പലരും ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോകേണ്ടി വന്നു. എന്നാൽ ഭക്തൻ പറയുകയാണ്, ആമേൻ, എന്നെ ഉപദ്രവിക്കുന്നവര്, ആമേൻ, പ്രഭുക്കന്മാരായിരിക്കുന്നവര് എന്നെ ഉപദ്രവിക്കുന്നു. ഞാൻ വചനത്തിൽ, ന്യായപ്രമാണത്തിൽ അതേ പ്രിയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയാ. ആരെയാ ഭയപ്പെടുന്നത്? ദൈവത്തെയാ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർ ദൈവത്തെ ഭയപ്പെടും. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവർ ആമേൻ പാപം ചെയ്യുവാൻ തയ്യാറാകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ ഭയമില്ലാത്തവരാണ് പാപം ചെയ്യുവാൻ തയ്യാറാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ ആമേൻ ഗ്രഹിക്കുന്ന ഒരു ദൈവവൈതൽ ഹല്ലേലൂയ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കേണ്ടതിന് ആമേൻ അതേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് ചെയ്യും? ബോധം വരുത്തും. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണത്തിൽ പ്രിയപ്പെടുന്ന ഒരു ദൈവവൈതലിന് ദൈവഭയമുണ്ടാകും. ഹല്ലേലൂയ. ആ ദൈവഭയമുള്ളവനെ പരിശുദ്ധാത്മാവ് നയിപ്പാൻ തക്കവണ്ണം
തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥ സ്നേഹത്തിന്റെ ആമേൻ ഉറവിടം ദൈവമാണ് എന്ന് ഹല്ലേലൂയ അറിവുള്ളവർ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആമേൻ അതെ എന്തെങ്കിലുമൊക്കെ ആമേൻ കാട്ടിക്കൂട്ടി ജീവിതം ആമേൻ അതെ നരകതുല്യമാക്കി തീർക്കാനോ തയ്യാറാകത്തില്ല. ആമേൻ. എന്നെ അതെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം യഥാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്നേഹമാണ് അവന്റെ സ്വഭാവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് ചോദിച്ചാൽ അവന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത സ്നേഹമാണ്. ഹല്ലേലൂയ. അവൻ തന്റെ സ്നേഹത്തിന്റെ സ്വഭാവം മനുഷ്യരിൽ പ്രത്യേകിച്ച് അവന്റെ മക്കളിൽ നിക്ഷേപിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, നിക്ഷേപിച്ചു. ആമേൻ. എങ്ങനെയാ? ആമേൻ. ഇന്ന് പകൽ ന്യായപ്രമാണം പ്രിയമുള്ളവർക്ക് വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ മഹാസന്തോഷം അനുഭവിക്കത്തക്ക വിധത്തിൽ ആ സ്നേഹത്തെ കാൽവറിയിൽ പ്രദർശിപ്പിച്ചവരിലൂടെ അതേ ദൈവം പകർന്നിരിക്കുന്ന സൗഖ്യം, ദൈവം പകർന്നിരിക്കുന്ന ആ വിടുതൽ, ദൈവം പകർന്നിരിക്കുന്ന ആ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ ഇന്നും ആമേൻ നിന്നെ അസമാധാനത്തിൽ ഒതുക്കിയിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവർ അവന്റെ മുഴു സാന്നിധ്യവുമായി അതെ നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നീ അവനെ ഒന്ന് പ്രിയപ്പെട്, അവന്റെ വചനത്തിലൊന്ന് പ്രിയപ്പെട്, അവന്റെ വചനത്തിലൊന്ന് ആശ്രയിക്കുക. ഹല്ലേലൂയ. വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ മഹാസന്തോഷത്തിലേക്ക് ഇന്ന് പകൽ നിന്നെ നയിപ്പാൻ ശക്തനായവന്റെ ആത്മ സാന്നിധ്യം ആമേൻ അനുഭവിക്കുവാൻ അതേ മാളിക മുറിയിൽ മുഴങ്ങാൻ മടക്കിയത് വൃഥാവായില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് അതേ ശക്തിയുണ്ട്. ആ ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പ്രശ്നത്തിനകത്തിരിക്കുന്ന നീ, പ്രതികൂലത്തിനകത്തിരിക്കുന്ന നീ, വെളിക്കത്തിലിരിക്കുന്ന നീ അതിന്റെ മേലെ പറന്നുയരത്തക്ക വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ നിന്നെ നിറയ്ക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ. അതുകൊണ്ടാണ് ഇത്ര വലിയ തകർച്ചയ്ക്കകത്ത്, ഇത്ര വലിയ പ്രതികൂലത്തിനകത്ത്, ഇത്ര വലിയ പ്രതിസന്ധിക്കകത്ത് ആമേൻ ഇരുന്ന് ആമേൻ ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം അവസരമൊരുക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിന് അതെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുവാൻ ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ജീവന്റെ വചനം ഇന്ന് ഈ ആരാധനയുടെ മധ്യേ അതേ സ്വർഗം വെളിപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ അതിൽ പ്രിയപ്പെടുന്നവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. അവർ മഹാസമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. കാരണം എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. ആ സ്നേഹം ആമേൻ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, എന്നാൽ സൗമ്യതയുള്ളവൻ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഹല്ലേലൂയ. ആരാണ് ഹല്ലേലൂയ ആ ഭൂമിയെ കൈവശമാക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഭൂമി നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. 1 സെന്റ് ഭൂമി നമുക്ക് ആവശ്യമായി വരുന്നത് ഈ ശരീരത്തോടെ നാം വസിക്കുമ്പോഴാണ്. കാരണം നമുക്കൊരു ഭവനം പണിയണം. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളത് നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് വിളവെടുത്ത് ഭക്ഷിക്കണം. അതിന് അല്പം സ്ഥലം ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ അത് നിനക്ക് അവകാശപ്പെട്ടതാക്കും എന്നാണ്. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഇറങ്ങി പുറപ്പെടുക. ഹല്ലേലൂയ. ഞാൻ നിനക്ക് അവകാശമായി തലമുറകളെ നൽകും.
ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കുക, വളരെ നിരാശപ്പെട്ട് നാളുകളായി ജീവിച്ചു വരവേ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. അതേ, ഓഫറുകൾ അനുവദിയ. ആമേൻ. നീ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നിനക്ക് അതേ അനുഭവിക്കുവാനുള്ള നന്മ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലെ കൂടെ ആമേൻ ഉള്ളവർ ഒരുപക്ഷേ അതേ നിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായേക്കാം. ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് വിളിച്ചവൻ നിന്നെ മുൻപോട്ട് നയിപ്പാൻ ശക്തരാണ്. അവൻ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് തിരുവചനത്തിൽ നാം അതേ ചിന്തിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അബ്രഹാമിന്റെ കൂടെയായിരുന്ന തേരക് അതേ മരണപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമും അബ്രഹാമിന്റെ ഭാര്യയും ഹല്ലേലൂയ തന്റെ സഹോദര പുത്രനും ഒക്കെയായി യാത്ര മുമ്പോട്ട് തുടരുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യാത്രയുടെ ഇടയിൽ വെച്ച് തന്റെ സഹോദര പുത്രനായ ലോത്ത് ആമേൻ തന്നോട് പിണങ്ങി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പിണങ്ങിപ്പോയവൻ നശിക്കാൻ പോയപ്പോൾ അതേ അബ്രഹാമിന്റെ അടുത്ത് ദൂതൻ വന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാമിനെ വിളിച്ചിറക്കിയ സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കേ, കടൽക്കരയിലേക്ക് നോക്കിക്കേ, ഇതുപോലെ നിനക്ക് തലമുറയെ തരാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മമ്രയുടെ തോപ്പിലിരിക്കുന്ന ആമേൻ അബ്രഹാമിന്റെ വീടിനെ ലക്ഷ്യമാക്കി 3 ദൂതന്മാർ എന്നറിയാണെങ്കിലും വന്നവരെ സ്വീകരിക്കുവാൻ സൽക്കരിക്കുവാൻ തയ്യാറായതുകൊണ്ട് ഹല്ലേലൂയ കേട്ട വാഗ്ദത്തം അന്ന് ആമേൻ ഓർപ്പിച്ചുണർത്തി. അത് വൃഥാവായില്ല, അത് നിറവേറുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് പകലിൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ അതേ സ്വഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് അതേ കടയിലായിരിക്കാം, വാഹനത്തിലായിരിക്കാം, അതേ അന്യ രാജ്യത്തിലായിരിക്കാം, എവിടെയുമായിക്കോട്ടെ ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ പൈതലേ, വാഗ്ദത്തം കേട്ട അബ്രഹാമിന് നിവർത്തിച്ചു കൊടുത്ത ദൈവം നീ കേട്ട വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ സൗമ്യതയുണ്ടായിരുന്നു. എന്താ സൗമ്യത? താഴ്മയാണ്, വിനയമാണ്. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിലിരിക്കുന്ന ആമേൻ അബ്രഹാമിന്റെ വീടിനെ ലക്ഷ്യമാക്കി കടന്നു വന്ന ദൂതന്മാരെ ദൂരമേ കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ ഇരിക്കുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റ് അകത്തു നിന്ന് ആമേൻ അത് തോക്ക് എടുത്തെന്നല്ല, വടിവാളെടുത്തെന്നല്ല, ആമേൻ വാഗ്ദത്തം കേൾപ്പിച്ചിട്ട് നിവർത്തിക്കാത്ത ദൈവത്തിന്റെ ദൂതന്മാരാണെങ്കിൽ കൊന്നുകളഞ്ഞേക്കാമെന്നല്ല ചിന്തിച്ചത്. വാഗ്ദത്തം കേട്ടിട്ട് നാളുകളായെങ്കിലും ആമേൻ ദൈവദൂതന്മാരാണെന്ന് അറിയാതെ അവരെ സൽക്കരിച്ച് അവരെ പോഷിപ്പിച്ച് അയച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അവന്റെ താഴ്മ കണ്ട് അവൻ നിലത്തോളം താന്ന് ആമേൻ അവരുടെ കാലുകൾ കഴുകി ആമേൻ അവരെ വീട്ടിൽ ഉൾക്കൊണ്ട് അവര് ആമേൻ ആഹാരം ആമേൻ ഉണ്ടാക്കി കൊടുത്ത്. നോക്കണേ, ഇതൊന്നും ആയിട്ടല്ല അവരവിടേക്ക് വന്നത്. എന്നാൽ വിളി കേട്ടിറങ്ങിയവന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ഹല്ലേലൂയ തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വേഗത്തിൽ ആമേൻ അതെ പാകപ്പെടുത്തുക, ആമേൻ അതെ വന്നവർക്ക് ആഹാരം കൊടുക്കുക. നോക്കിക്കേ, സൗമ്യത, താഴ്മ, വിനയം അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നാടുകളായി അവകാശപ്പെടുവാൻ കഴിയാത്ത ആമേൻ തലമുറകളെ കാണുവാൻ കഴിയാത്ത ആ പ്രതികൂലത്തെ എന്നേക്കുമായി നീക്കി ആമേൻ തലമുറയെ കൈവശമാക്കുവാൻ അവകാശമാക്കുവാൻ ആമേൻ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് പകൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവത്തിന്റെ വചനം പ്രിയപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ ഞെരുക്കുന്ന അതേ പ്രഭുക്കന്മാർ നിന്റെ കൂടെയുണ്ടാക്കാം, നിന്റെ ചുറ്റുപാടുമുണ്ടായേക്കാം. ആമേൻ അതെ കടക്കടിയാണോ, രോഗമാണോ, പ്രതികൂലമാണോ, പ്രതിസന്ധിയാണോ, എന്താണ് അതെ നിന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആമേൻ അതിന് അപ്പുറം അതെ നിന്നെ ആ വിളിയിലൂടെ ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ ശക്തനായവൻ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നോക്കിക്കേ,
ആമേൻ. അത് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. അബ്രഹാം ആ സമാധാനത്തിന്റെ ആ സമൃദ്ധിയിൽ ആനന്ദിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം തന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 ഇങ്ങനെ വായിക്കുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും സ്ഥിരതയില്ലാത്തത് കൊണ്ട്, ഹല്ലേലൂയ, പലപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്, ഹല്ലേലൂയ, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു സ്ഥിരത വേണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായാലും ആരാധനയ്ക്കായാലും ദൈവവചന ധ്യാനത്തിനായാലും ആമേൻ ഒരു സ്ഥിരത വേണം. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വിളി കേട്ടിറങ്ങി തിരിച്ച് അബ്രഹാം, ഹല്ലേലൂയ, ആമേൻ, അതെ, ദൈവം പറഞ്ഞ സ്ഥലത്ത് പോയി ആരാധന കഴിക്കുവാൻ, ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായ, ആമേൻ, അതെ, ദൈവത്തെ ആരാധിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, അവന്റെ ഹൃദയം പെടഞ്ഞില്ല. കാരണം ആമേൻ വാഗ്ദത്തം അതെ നിറവേറ്റിയ ദൈവം അവൻ ഏറ്റവും പ്രിയപ്പെടുന്ന, ഹല്ലേലൂയ, തന്റെ മകനെ ആമേൻ യാഗവസ്തുവായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ആമേൻ ആവശ്യപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ നിരാശനായി, അവൻ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ തയ്യാറാകാതെ അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. അതെ, നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമായത് കൊണ്ട്, ഹല്ലേലൂയ, മഹാസന്തോഷം അനുഭവിക്കത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കുക, വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തപ്പോൾ ആരാധന ഇഷ്ടപ്പെടുന്ന ദൈവം അവന്റെ മകനെയും കൂടെ ആരാധനയ്ക്ക് വിളിച്ചു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യാഗമായി അർപ്പിക്കേണ്ട വസ്തു, ആമേൻ, അതെ, ആ വാഗ്ദത്ത ആമേൻ തലമുറയാണ്. ഹല്ലേലൂയ. ആ വാഗ്ദത്ത തലമുറയുമായി ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കാൻ കയറിപ്പോകുമ്പോൾ മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്: അപ്പാ, യാഗത്തിനുള്ള മൃഗം എവിടെ? ഹല്ലേലൂയ. കത്തിയുണ്ടല്ലോ, വിറകുണ്ടല്ലോ, എണ്ണയുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പന്റെ കൂടെ നടക്കുന്ന മകന്റെ തലയിലാണ് വിറക് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. മൃഗം എവിടെ? ഇടറിയില്ല, പതറിയില്ല. ഉറച്ച സ്വരത്തിൽ അബ്രഹാം തന്റെ മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു: യഹോവയിരേ. ഇന്ന് പകൽ തലമുറകളോട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ പിതാക്കന്മാർ തയ്യാറാണോ? മാതാക്കൾ തയ്യാറാണോ? ഭാര്യ ഭർത്താക്കന്മാർ തയ്യാറാകുമോ? തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ അങ്ങനെയുള്ള പിതാക്കന്മാർക്ക് ഭാഗ്യമുണ്ടാകും എന്ന് പകൽ അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നോക്കുക, അബ്രഹാം വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ വെച്ച്, അതെ, വിശ്വാസത്താൽ ആമേൻ, അതെ, വാഗ്ദത്തം പ്രാപിച്ച് ആ മോറിയ മലയിൽ ദൈവത്തെ ആരാധിപ്പാൻ കയറിപ്പോകുമ്പോ ആമേൻ മകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇടറിയിട്ടല്ല പറഞ്ഞത്, പതറിയിട്ടല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഉറച്ച സ്വരത്തിലാണ്. ഹല്ലേലൂയ. അതേ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നോക്കിക്കേ, മോറിയാമലയിൽ ആരാധനയ്ക്ക് കയറിപ്പോയ ആമേൻ ബാല്യക്കാരെ താഴെ നിർത്തി, ആമേൻ ഭാര്യ വീട്ടിലുണ്ട്, ആമേൻ അസമാധാനത്തോടെയല്ല അബ്രഹാം ആരാധന കഴിഞ്ഞ് ഇറങ്ങി വന്നത്, ആമേൻ പൂർണ്ണ സമാധാനത്തോടെയാ. ഇന്ന് പകൽ ആമേൻ ന്യായപ്രമാണം പ്രിയപ്പെടുന്ന ദൈവമൈതലേ, ആരാധനയ്ക്ക് മാഹാത്മ്യം കൊടുത്തുകൊണ്ട്, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവചനത്തിൽ വേരൂന്നി ജീവിക്കുവാൻ തയ്യാറാകുന്ന, ദൈവവചനത്തിൽ പ്രിയപ്പെടുന്ന ഒരു ദൈവമൈതലിന് മഹാസമാധാനമുണ്ട്. വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിക്കുവാൻ ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകലും വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ അടുത്തിരിക്കുന്ന ആമേൻ ഭാര്യയുടെ മുഖത്ത് നോക്കി പറ: യഹോവേ, ഹല്ലേലൂയ, ദൈവം ആമേൻ നമുക്കായിട്ട് സമാധാനം നിയമിക്കുന്നു പറ. ഹല്ലേലൂയ. അതെ, ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും.
ഹല്ലേലൂയ. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. ആമേൻ. പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്ന, ദൈവ ഭയമുള്ള, ആമേൻ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ വൈതലിന് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ, ആമേൻ, ഒളിപ്പിക്കുകയും തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുകയും പാറമേൽ എന്നെ ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ പാറ ഏതാ? യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവ വൈതലേ, ദൈവകൃപ അനുഭവിക്കുന്ന ദൈവ വൈതലേ, സ്നാനപ്പെട്ട ദൈവ വൈതലേ, നിനക്കൊരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അത് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പത്രോസ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുന്നവരെ അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാ. ഇന്ന് പകലിലും സ്വഭവനങ്ങളിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ ആയിരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നീതിയുടെ പ്രവൃത്തി സമാധാനവും, ഹല്ലേലൂയ, നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും, ആമേൻ, നിർഭയതയുമായിരിക്കും. ഹല്ലേലൂയ. വിശ്രമമില്ലാതെ രാപകൽ ഓടി അധ്വാനിക്കുകയാ. ആമേൻ. വിശ്രമമില്ല. ഹല്ലേലൂയ. സമാധാനമില്ല, സന്തോഷമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ, ആമേൻ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പ്രിയപ്പെടുന്ന ഒരു ദൈവ പൈതലിന് അത് മഹാ സന്തോഷമായി അതേ പരിണമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ അവര് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. കാരണം നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്. ഹല്ലേലൂയ. അത് ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എങ്ങനെ? യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, സ്നാനപ്പെടുന്നതിന് മുമ്പ് അവൻ യോഹന്നാന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ നിന്റെ, ഹല്ലേലൂയ, നിന്നാൽ സ്നാനമേൽക്കുവാൻ ഞാൻ യോഗ്യനാ. ഹല്ലേലൂയ. അതെ, അല്ല, ആമേൻ. ഇങ്ങനെ സകല നീതിയും നോക്കിക്കേ. യേശു കർത്താവിന്റെ ആ താഴ്മ, യേശു കർത്താവിന്റെ ആ വിനയം, ഹല്ലേലൂയ, ആമേൻ. സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതെ, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ സകല നീതിയും ഇവിടെ വായിക്കുന്നു. നീതിയുടെ പ്രവൃത്തി എന്താണ്? സമാധാനമാണ്. ഹല്ലേലൂയ. നീതിയുടെ ഫലം എന്താണ്? ശാശ്വത വിശ്രമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീതിമാനായി ജീവിക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, നീ നീതീകരിക്കപ്പെടുവാൻ, പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും നീതീകരിക്കുവാൻ പിതാവായ ദൈവം തന്റെ സ്നേഹം ക്രൂശിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ സ്നേഹം, ഹല്ലേലൂയ, നിത്യമായ സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അതിൽ, ആമേൻ, പ്രിയപ്പെടുന്ന നിന്റെ ജീവിതത്തിൽ ഒരു വിശ്രമം, ശാശ്വത വിശ്രമം, ഹല്ലേലൂയ, ശാശ്വതമായ സമാധാനം, ശാശ്വതമായ സന്തോഷം അനുഭവിക്കത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം, ഹല്ലേലൂയ, എന്നും ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യം ഒന്നും കൂടെ വായിച്ചേ. 119:165. വേഗം വായിച്ചേ. 119:165. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക്. കണ്ടോ? ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, പ്രിയപ്പെടുന്നുവെങ്കിൽ മഹാസമാധാനം ഉണ്ടാകും. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. അനേകര് വീട് കൊണ്ട് തകർന്നുകൊണ്ട്
നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യായപ്രമാണം പ്രിയപ്പെടുന്ന ഒരു ദൈവവൈതലിന് മഹാസമാധാനമുണ്ട്. മാത്രമല്ല വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. നിന്റെ യാത്രയിൽ നിന്നെ കെണിയിൽ വീഴ്ത്തി നിന്നെ തകർക്കുവാൻ, നിന്റെ സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കുവാൻ, നിന്റെ ജീവിത പങ്കാളിയെ ഇല്ലാതാക്കുവാൻ, നിന്റെ തലമുറകളെ ഇല്ലാതാക്കുവാൻ വഴിയിൽ കെണിയൊരുക്കി വെച്ച് തകർക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ പദ്ധതിക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ന്യായപ്രമാണം പ്രിയപ്പെടുന്ന ഒരു ഭക്തന് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. അവന് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. പിന്നെ ആർക്കാണ് വീഴ്ച? ഹല്ലേലൂയ. ആമേൻ. മാത്രമല്ല നാം വായിച്ചത് ഇങ്ങനെയാ, ഞാൻ അവരെ സൗഖ്യമാക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്ന ഒരു ദൈവവൈതലിനെ സൗഖ്യമാക്കുന്ന ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. നോക്കിക്കേ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ സമാധാനം, വെറും സമാധാനമല്ല, മഹാസമാധാനം അനുഭവിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം അവനെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദുഷ്ടനെ കുറിച്ച് പറയുന്നത്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. ദുഷ്ടന്മാർ എവിടെയുണ്ട്? നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ വീടിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അല്ല, നിന്റെ ജീവിതത്തിൽ ദുഷ്ട ചിന്തയുണ്ടോ? ദുഷ്ട സ്വഭാവമുണ്ടോ? ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ, ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ അല്പമൊക്കെ ദുഷ്ടന്റെ കൂടെ കൂടിയില്ലെങ്കിൽ എങ്ങനെയാ? പാപികളുടെ കൂടെ കൂടിയില്ലെങ്കിൽ എങ്ങനെയാ? പരിഹാസികളുടെ കൂടെ കൂടിയില്ല എങ്ങനെയാ ജീവിക്കേണ്ടത്? അതേ വചനം പറയുന്നു, ആമേൻ. ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവന് മഹാസമാധാനമുണ്ട്. അവന് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇന്ന് പകൽ കൺബാക്ക്. ഹല്ലേലൂയ. ദുഷ്ടന്റെ കൂടെ സമയം ചെലവഴിച്ചു പോയെങ്കിൽ, പാപിയുടെ കൂടെ സമയം ചെലവഴിച്ചു പോയെങ്കിൽ, അതേ പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിച്ചു പോയെങ്കിൽ, ഇന്ന് പകലൊന്നും മടങ്ങി വരുവാൻ തയ്യാറാകുക. ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവന് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. അവന് മഹാസന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നത് എങ്ങനെ? കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. കടലിന്റെ അവസ്ഥ എന്താ? ഒരു തിരമാല വന്നു, അത് ശാന്തമായിട്ട് അടുത്തത് വരുന്നതെന്ന് കാഴ്ചയ്ക്ക് തോന്നും. പക്ഷേ ആ അടുത്തെത്തുമ്പോഴാണ് അത് കൂറ്റൻ തിരമാലയായി ആഞ്ഞടിച്ച് കരയിലേക്ക് കയറുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബത്തില്, ആമേൻ, ചില സമയത്ത് അതേ തിരമാലകൾ പോലെ അതേ ദുഷ്ട സ്വഭാവങ്ങൾ ചിലരുടെ അകത്ത് നിന്ന് അതേ വെളിയിലേക്ക് വന്ന് നീ അസ്വസ്ഥതയായി അതേ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ അതേ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞത്, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു, വല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. അതേ ദുഷ്ടന്മാർ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ യഹോവ പറയുകയാണ്, അവന്റെ വചനത്തിൽ പ്രിയപ്പെടുന്നവർ വലിയ കൊള്ള കണ്ട് കിട്ടിയവരെ പോലെ സന്തോഷിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം അവർക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ വെട്ടിമാറ്റി അവൻ സമാധാനത്തോടെ, വെറും സമാധാനമല്ല, മഹാസമാധാനം അനുഭവിക്കത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലാതെ ജീവിക്കുവാൻ ഒരു ഭക്തനെ സഹായിക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ചിലരുടെ സ്വഭാവമാണ്, ആമേൻ, അത് വീട്ടിൽ ചുമ്മാ ഇരിക്കത്തില്ല, ആമേൻ, അടങ്ങിയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവര് ദുഷ്ടന്മാരാണെന്നേ, അവർക്ക് ശാന്തതയില്ലെന്ന്. ഹല്ലേലൂയ. അവർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ലെന്ന്. നോക്കിക്ക്, അങ്ങാടി പോയ കാണത്തില്ല ദുഷ്ടന്മാര് ചുമ്മാ ഒച്ചപ്പാടും ബഹളവും വെച്ചുകൊണ്ടിരിക്കുന്നത്. ചില വീട്ടിനകത്തുണ്ടെന്നേ അങ്ങനെയുള്ളവര്. ആമേൻ, ഇന്ന് പകൽ അത് നിമിത്തം ഞെരുങ്ങി ആമേൻ ഇരിക്കുവാൻ ദൈവം ഭക്തനെ അനുവദിക്കത്തില്ല. നീതിയോട് ഉത്തരമരുളുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഭക്തൻ പറയുന്നു, ഞാൻ ദിവസം 7 പ്രാവശ്യം അവനെ സ്തുതിക്കുക. ആമേൻ, ഇന്ന് പകൽ ആമേൻ ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലാത്ത വിധത്തിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കുവാൻ കഴിയുന്നെങ്കിൽ, അതരങ്ങളെ തുറന്ന് ശബ്ദം ഉയർത്തി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ.
ആമേൻ അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ഹല്ലേലൂയ. ആമേൻ. ചില പ്രിയപ്പെട്ടവർ നിമിത്തം ആമേൻ കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥത എന്തിയാണ് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടന്മാർക്ക് എന്തില്ല? സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യും. ആർക്കാ സമാധാനമില്ലാത്തത്? ദുഷ്ടന്മാർക്ക്. ഹല്ലേലൂയ. ആമേൻ. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ഞെരുക്കം വന്നാലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഒരു ഭക്തന് കഴിയും. എന്താ തെളിവ്? യാക്കോബിന്റെ തല ഛേദിച്ച് അത് കണ്ണുകൊണ്ട് നേരിൽ കണ്ട പത്രോസിനെ അടുത്ത ദിവസം തലവെട്ടുവാൻ കാരാഗൃഹത്തിനകത്ത് ആമേൻ ഇടുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഭക്തൻ അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. ഹല്ലേലൂയ. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ ആമേൻ അകപ്പെട്ടപ്പോൾ മാംസബുക്കായ ആ സിംഹം ദാനിയേലിനെ അന്ന് രാത്രി ആമേൻ വിശപ്പടക്കാൻ തൊട്ടില്ല. കാരണം തീരുമാനമുള്ള സമർപ്പണമുള്ള ദാനിയേലിനെ തൊടുവാൻ അതെ സിംഹത്തെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽ ദൈവം പൈതലെ ഞാൻ എന്റെ സഭയെപ്പടി പാതാള ഗോപുരങ്ങളെതിരെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ ന്യായപ്രമാണം പ്രിയപ്പെടുന്ന വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് ജീവിക്കുന്ന നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പാതാളത്തിൽ ഉയരുന്ന ഒരു ഗോപുരങ്ങൾക്കും കഴിയത്തില്ല എന്ന് പകൽ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സമാധാനം ആമേൻ നഷ്ടപ്പെടാൻ അനുവദിക്കുന്നവനല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദാനിയേൽ തീരുമാനമെടുത്തത് വെറുതെ ആയിരുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിന്റെ തീരുമാനത്തിൽ പ്രസാദിച്ചും അതെ തന്നെ അതെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് ആമേൻ തന്റെ കൂടെ ആയിരിക്കുന്ന സഹോദരന്മാർ തീച്ചുളയ്ക്കകത്ത് എടുത്തെറിയപ്പെട്ടപ്പോൾ തീയുടെ ബലത്തെ കെടുത്തുന്നവനാണ് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമെന്ന് അതേ വിശ്വാസ വീരന്മാരായ ശദ്രക്ക് മേശക്ക് അബോധനയിലൂടെ രാജ്യം കാൺകെ ദേശം കാൺകെ വെളിപ്പെടുത്തിയ ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടാൽ സിംഹത്തിന് ഒരു കേടും വരുത്തുവാൻ അധികാരം ഉണ്ട് എന്ന് ആമേൻ അതേ രാജ്യത്ത് ആമേൻ അതേ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ അതേ ദാനിയേലിന് ആമേൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ കാരാഗ്രഹത്തിന്റെ അകത്ത് കടന്ന് പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവം ദാനിയേലിനെ പോലെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ പോലെ അതേ പൗലോസ്ലിയെ പോലെ ആമേൻ പ്രതികൂലത്തിന്റെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ ഞെരുക്കങ്ങൾ ഒക്കെ കടന്നു വന്നാലും നീയും ഞാനും ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് ദേശം കാൺകെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ സന്തോഷം ഉള്ളവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് നീതി പുലർത്തുകയും അവന്റെ വചനപ്രകാരം നടക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ ആമേൻ വചനത്തെയും ദൈവത്തിന്റെ ഉപദേശത്തെയും ആമേൻ ദൈവം പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളെയും സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. മാത്രമല്ല ദൈവം നൽകുന്ന സമാധാനം ആസ്വദിക്കുവാൻ അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ലോകപ്രകാരം അത് കറങ്ങിത്തിരിഞ്ഞ് കള്ളും കുടിച്ച് വഴിക്കും വയ്യാവേലി ഉണ്ടാക്കി നടക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം ആമേൻ അതെ അനുസരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിലുള്ള സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല. അത്തരക്കാരുടെ ജീവിതം ദൈവവചനത്തിന്റെ മഹത്തായ അടുക്കളയിൽ അനിശ്ചിതമായതിനാൽ അവർ ഹല്ലേലൂയ വീഴുകയില്ല. ഹല്ലേലൂയ. ആരുടെ? ദൈവവചനത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതം ദൈവവചനത്തിന്റെ മഹത്തായ അടിത്തറയിൽ അനിശ്ചിതമായതിനാൽ അവർ വീഴുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. ഇന്ന് പകൽ നീ വീഴാതെ നിന്നെ താങ്ങുന്ന നിന്റെ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും സൂക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ വചനത്തെ പ്രിയപ്പെടുന്ന ഒരു ദൈവവൈദ്യന് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പങ്ക് വെക്കപ്പെടുന്നുവെന്ന് ഹല്ലേലൂയ വിശുദ്ധ ബൈബിൾ
വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോ ദൈവമൈതലേ, ഒരു പ്രാദേശിക സഭയിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, പ്രത്യാശയ്ക്ക് എന്തില്ല, ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ദൈവസ്നേഹം നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ. അത് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിന്റെ സ്വഭാവം നമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവനെ സ്നേഹിക്കുവാനും നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹ ജീവികളെ, സഹ പൗരന്മാരെ, സഹ മനുഷ്യരെ സ്നേഹിക്കുവാനും ഹല്ലേലൂയ കഴിയത്തക്ക വിധത്തിൽ ഒരു ദൈവ പൈതലിനെ ദൈവം അന്ധകാര നിബിഡമായ ലോകത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ കൈപിടിച്ചുയർത്തി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ കൃപ പ്രാപിച്ച് നിൽക്കുന്നവർ കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതെ, പ്രത്യാശയ്ക്ക് എന്ത് വരുന്നില്ല, ഭംഗം വരുന്നില്ല. ആമേൻ. കാരണം ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എപ്പോഴാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നാം നല്ലവരായിരുന്നപ്പോഴാണോ? ഒരിക്കലുമല്ല. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ആമേൻ. ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. നോക്കുക, ദൈവം തന്റെ സ്നേഹം നമ്മോട് പ്രദർശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ന്യായപ്രമാണം, ഈ വചനത്തെ ആകണം പ്രിയപ്പെടേണ്ടത്. ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഒരു ദൈവ പൈതലിന് ദൈവത്തിൽ പ്രത്യാശിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാ? ദൈവം നമ്മെ സ്നേഹിച്ച വിധം ഹല്ലേലൂയ അറിയുമ്പോഴാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ നല്ലവനായിരുന്നത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ആ ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവം തന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയത്, നമുക്ക് പ്രദർശിപ്പിച്ചത്. നമുക്ക് മാത്രമല്ല, ലോകത്തിലുള്ള മാനവരാശി. ഹല്ലേലൂയ. വിശ്വാസികളുടെ പ്രത്യാശ ദൈവ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ആമേൻ ഈ വാക്യങ്ങൾ ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആത്മനിയോഗം പ്രാപിച്ച് ആമേൻ ലോക്കൽ സഭയിൽ അംഗമായിരിക്കുന്ന ഓരോ വിശ്വാസികളും ദൈവ സ്നേഹം വർദ്ധിച്ചു വരുന്ന കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവ സ്നേഹത്തിന്റെ ആഴം എപ്രകാരമാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. തീർച്ചയായും ഹല്ലേലൂയ, ഇത് വളരെ ശക്തമായ ഒരു അടിത്തറയായിട്ടാണ് പൗലോസ്ലീഹ ആമേൻ അത് റോമിലായിരിക്കുന്ന ദൈവസഭയിലെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അന്തിമ രക്ഷയുടെ ഒരു നിശ്ചയമാണ് സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ്ലീഹയുടെ ആമേൻ വാദം ഇതാണ്: നാം അവന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ആ വലിയ സ്നേഹം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ഞാനും നിങ്ങളും ആമേൻ അവന്റെ സ്നേഹിതന്മാരായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേ സ്നേഹം നമ്മെ അവസാനം വരെ നിലനിർത്തുകയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത് ആരാ? പ്രൈസ് ദി ലോർഡ്. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ പ്രിയപ്പെടുന്ന ഒരു ദൈവ പൈതല് മഹാസമാധാനം ഉണ്ടാകത്തക്ക വിധത്തിൽ ക്രൂശിൽ യാഗമായി തീർന്ന ആമേൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവിന്റെ സ്നേഹം അതെ വെളിപ്പെടുത്തി അത് അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, ഇന്ന് പകൽ ആ സ്നേഹം എത്രയോ ആഴമുള്ളതാ, എത്രയോ ആഴത്തിൽ വെളിപ്പെടുന്നതാ. ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിരിക്കുവാൻ അതെ ഒന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അതെ, പഴയ നിയമ ഭക്തന്മാരെ എടുത്തു നോക്കിയാൽ അവരെല്ലാം ഉറപ്പുള്ളവരായിരുന്നു. മോശയുടെ കാലശേഷം ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നയിക്കുവാൻ ദൈവം ആക്കി വെച്ച അഭിഷക്തനായ യോശുവയോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിന്റെ നേരെ ആമേൻ ഒരുത്തനും നിൽക്കാത്ത വിധത്തിൽ ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു വലിയ സമൃദ്ധി ആമേൻ അതെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതെ ലേഖനങ്ങളിലൂടെ അതാണ് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ഈ അറിവ് വിശ്വാസികളെ അധികമായി അവനെ സ്നേഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 1 യോഹന്നാൻ അതെ 4-ാം അധ്യായം 9, 10, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമായ ദൈവം ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തിയതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ലല്ലോ. വചനം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ആരാണ് ആദ്യം സ്നേഹിച്ചത്? ദൈവമാണ്. അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ട് തലമുറകളില്ലാതെ ആമേൻ ജീവിതത്തിൽ അതെ കൈപ്പേറിയ അനുഭവത്തെ മാധുര്യമുള്ളതാക്കി തീർക്കുവാൻ അധികാരമുള്ളവൻ അബ്രഹാമേ എന്ന് വിളിച്ചിറക്കിയില്ലേ?
ഇന്ന് പകൽ വിളി കേട്ടിറങ്ങി തിരിച്ച ദൈവ പൈതലേ, നീ ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കാതെ സമസ്ത മേഖലകളിൽ ആ മഹാസമാധാനം അനുഭവിച്ച് സന്തോഷിക്കുവാൻ ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് പകൽ വചനം കേട്ട് കേൾവിക്കാരെ പോലെ ഇരിക്കുന്നവർക്കല്ല, അതേ കാഴ്ചക്കാരെ പോലെ ഇരിക്കുന്നവർക്കല്ല, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇതേ ഇടയാകേണ്ടതിന് അവൻ അത് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാണ്. നോക്കുക, അബ്രഹാമിന്റെ ജീവിതത്തിൽ കേട്ട വാഗ്ദത്തം നിറവേറാതെ ദീർഘവർഷങ്ങൾ പിന്നിട്ടപ്പോ അതേ മമ്രയുടെ തോപ്പിലിരുന്ന് അബ്രഹാമിന്റെ വീട്ടിലേക്ക് കയറി വന്ന ആ ദൂതന്മാരെന്നറിയാതെ ആ 3 വ്യക്തികളെ ഉൾക്കൊള്ളുവാൻ തയ്യാറായപ്പോ കേട്ട വാഗ്ദത്തം ചലിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് പകലിലും മുൻപരിചയമില്ലായിരിക്കാം, അതെ കേട്ടിട്ടില്ലായിരിക്കാം, കണ്ടിട്ടില്ലായിരിക്കാം, എന്നാൽ ഇന്ന് പകൽ അതെ നമുക്കൊരുമിച്ച് ദൈവശബ്ദം കേൾക്കുക, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ മീഡിയയിലൂടെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവദൂതന്മാരെ അന്ന് അറിയാതെ അവരെ ഉൾക്കൊള്ളുവാൻ തയ്യാറായ അബ്രഹാം കേട്ട വാഗ്ദത്തം ചലിക്കുവാൻ ഇടയായിത്തീർന്നെങ്കിൽ ഇന്ന് പകൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ദൈവവചനം ശ്രമിക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷേകരെ, നീ കേട്ട വാഗ്ദത്തം നിന്നിൽ നിറവേറത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് അത് ചലിപ്പിക്കുവാൻ, അതിനെ അതേ ജീവനുള്ളതാക്കി മാറ്റുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് പകൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പ്രതികരിക്കുവാൻ, കരമടിക്കുവാൻ, സ്വസ്ത്രം പറയുവാൻ, ആമേൻ പറയുവാൻ തയ്യാറായാൽ നിശ്ചയമായി നീ കേട്ട വാഗ്ദത്തം നിന്നിൽ ഹല്ലേലൂയ നിറവേറുന്ന പകലായി മാറുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും. ഹല്ലേലൂയ. തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യമാണ്, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാകുന്നു എന്ന് പറയാറുണ്ട്. അല്ലേ? പ്രതിജ്ഞ പറയാറുണ്ട്. ഹല്ലേലൂയ. അസംബ്ലിക്ക് നിന്ന് കൈ മുമ്പോട്ട് വെച്ച് എല്ലാവരും പറയാറുണ്ട്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലും, പിടിച്ചു പറയും, വെട്ടും, കുത്തും ഒന്നും നടക്കത്തില്ലല്ലോ. ഈ പറച്ചില് മാത്രമുള്ളെന്നേ. ഹല്ലേലൂയ. എന്നാ വിവിധ ഇടങ്ങളിലായിരുന്ന വിവിധ മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ട ഞാനും നിങ്ങളും ഒരപ്പന്റെ മക്കൾ എന്ന നിലയിൽ ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും ഒരുമിച്ചായിരിക്കുവാൻ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് പകൽ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രമാണത്തെ പ്രിയപ്പെടുന്നവന് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. എന്നാൽ ഹല്ലേലൂയ അതിലും വരമ്പും വെച്ചുകൊണ്ട് ഇന്നും ഹല്ലേലൂയ പെരുമാറുന്നവര് നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഭക്തൻ അത് എഴുതി തുടങ്ങിയത്, പ്രഭുക്കന്മാർ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരെന്ന് പറയുന്നവർ. ഹല്ലേലൂയ. നോക്കുക, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഹല്ലേലൂയ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഇത് ഞാൻ പറയുന്നതല്ല, സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ അതേ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് ദൈവസഭയ്ക്ക് കൈമാറിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാ ഞാൻ പറയുന്നത്. ആമേൻ. സ്വന്തം സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന്, ഹല്ലേലൂയ, സ്വന്തം മാതാവിനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ, സ്വന്തം പിതാവിനെ സ്നേഹിക്കുവാൻ കഴിയാത്തവൻ, സ്വന്തം കൂടപ്പറപ്പിനെ സ്നേഹിക്കുവാൻ കഴിയാത്തവൻ നിൽക്കട്ടെ. ഹല്ലേലൂയ. കൂടപ്പറപ്പിനെ അത് സ്നേഹിച്ച പോരല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാനും ഈ ലൈവിൽ ആയിരിക്കുന്ന ഓരോരുത്തരും സഹോദരി സഹോദരന്മാരാണ്. ഒരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയെങ്കിലും വെച്ച് കാണുവാൻ ദൈവം അവസരം ഒരുക്കിയ. ഹല്ലേലൂയ. അയ്യോ, ഇദ്ദേഹത്തെയാണോ ഞാൻ അന്ന് കണ്ടത്?
ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മറന്നു പോകുന്നവരാ ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ടാൽ പുറംതിരിഞ്ഞ് നടക്കുന്നവരാ നമുക്ക് ചുറ്റുപാടുമുള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. എനിക്കറിയാം ആമേൻ പറയത്തില്ലെന്ന്, സ്തോത്രം വരത്തില്ലെന്ന്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ദൈവസഭയുടെ അംഗമാണ്, ഒറ്റ ഹോളിനകത്ത് ആരാധിക്കുന്ന. പക്ഷെ കൂട്ടിയിടിച്ചാൽ എന്ത് ചെയ്യത്തില്ല, അഥവാ മിണ്ടിപ്പോയ അന്ന് പ്രശ്നമാണ്. ആമേൻ. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ പ്രശ്നമാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തുവാ? ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് ദൈവസ്നേഹം നൽകുകയും ദൈവത്തെയും പരസ്പരം സ്നേഹിക്കാനും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധാത്മാവിനെ ആമേൻ അതെ നീതിമാനായി ആമേൻ അതെ കണക്കാക്കുന്നവർക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയും 14 വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന പദം അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വെല്ലായ്മ തോന്നും. വെല്ലായ്മ തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ വായിക്കാം. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ലോക്കൽ സഭയുടെ അംഗത്വമുണ്ട്, പാടി ആരാധിക്കുന്നവരാ. ഹല്ലേലൂയ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാ. ഹല്ലേലൂയ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാനിച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? ഹല്ലേലൂയ. വെറുതെ അത്രയെന്ന് വരികയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാ. പലരും ആമേൻ ഇറങ്ങി തിരിച്ച നാളിൽ ആത്മാവിൽ ആരംഭിച്ചിട്ട് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അനാത്മരായി ജീവിച്ചു ആമേൻ അതെ തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച സ്വർഗത്തിലെ ദൈവം ആമേൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ സ്നേഹം വെളിപ്പെടുത്തി. ആ സ്നേഹം അനുഭവിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തന്റെ സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനകൾ കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, വെറുതെ അത്ര എന്ന് വരികയും. ഹല്ലേലൂയ. ആമേൻ. അതെ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഹല്ലേലൂയ. അപ്പോ ഞാനും നിങ്ങളും വിശ്വസിച്ച് പ്രാപിക്കണം പരിശുദ്ധ ആത്മാവിനെ. ഹല്ലേലൂയ. അത്യുന്നതൻ അവന്റെ വചനത്തിൽ നിന്നോ നിയമത്തിൽ നിന്നോ ആമേൻ ഹല്ലേലൂയ തന്റെ പുത്രനെ വേർതിരിക്കുന്നില്ല. അവൻ തന്റെ വചനത്തിൽ ഒന്നാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്റെ പിതാവായ ദൈവത്തോടൊപ്പമാണെന്ന് ഹല്ലേലൂയ പറയുന്നതിൽ അതിശോക്തിയില്ല. അതിന്റെ പേരിൽ ഇവിടെ തർക്കവും വാദവും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, പിതാവ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവിന്റെ സ്നേഹം എനിക്കും നിങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാവർക്കും പ്രദർശിപ്പിക്കുവാനാ, വെളിപ്പെടുത്തുവാനാ. അവരൊന്നാണെന്നേ. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ഇടങ്ങളിലായിരുന്ന ഞാനും നിങ്ങളും ഒരുമിച്ച് മുഴങ്കാൽ മടക്കി ആമേൻ പ്രാർത്ഥിക്കുന്നിടത്ത് ആമേൻ ഇറങ്ങി വരുന്ന ആത്മാവുണ്ട്. ഹല്ലേലൂയ. നാം പ്രാപിച്ച ആത്മാവ് ഒന്ന്. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്ന വചനം ഒന്ന്. ഹല്ലേലൂയ. നാം സ്വീകരിക്കുന്ന കർത്താവ് ഒന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്ന് ചേർന്ന് ആമേൻ കർത്താവിനെ
പിതാവിനെ നാം ആരാധിക്കുമ്പോൾ അവിടെ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ആമേൻ അസമാധാനത്തിലായിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകത്തക്ക വിധത്തിൽ ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അസ്ഥി കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന അസ്ഥിയുടെ താഴ്വരയിൽ വചനം അതേ ശക്തിയോടെ വെളിപ്പെട്ടപ്പോ അതേ അസ്ഥിയോട് ചേർന്ന് ആമേൻ അത് ത്വക്കും മാംസവും ഞരമ്പുകളും വെച്ച് ഒരു മഹാ സൈന്യമായി നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിച്ചതുപോലെ ഇന്ന് പകൽ ഹല്ലേലൂയ ബന്ധങ്ങൾ അതേ സ്നേഹത്തിൽ ദൃഢമായി വളരത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെയും നിങ്ങളെയും അതേ നിറയ്ക്കുവാൻ ശക്തീകരിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ വചനം കേട്ട് മറക്കുന്നവരാകാതെ അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കും. മഹാ സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. വീഴ്ചയ്ക്ക് സംഗതി ഏതും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നാം എന്തിനാണ് ആമേൻ അവന്റെ വചനത്തെ സ്നേഹിക്കേണ്ടത്? ഹല്ലേലൂയ. അതെ, ദൈവത്തെ സ്നേഹിക്കുക എന്നത് അവന്റെ വചനത്തെ സ്നേഹിക്കുക എന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് കേൾക്കുന്ന വചനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. വചനത്തെ ഇഷ്ടപ്പെടണം. ഹല്ലേലൂയ. നാം എന്തിനാണ് അവന്റെ വചനത്തെ സ്നേഹിക്കേണ്ടത്? അവന്റെ വചനത്തെയോ നിയമത്തെയോ സ്നേഹിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് വലിയ സമാധാനം. ഇന്ന് പലർക്കും സമയമില്ലെന്ന്. ദൈവവചനം വായിക്കാൻ സമയമില്ല, ദൈവവചനം കേൾക്കാൻ സമയമില്ല, ദൈവവചനം ധ്യാനിക്കുവാൻ സമയമില്ല. ദൈവവചനം ധ്യാനിക്കുന്നതോറും ആ സമാധാനം നമ്മളിലേക്ക് ഒഴുകി വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഒന്നും അവരെ വ്രണപ്പെടുത്തുകയോ ആമേൻ അതെ ഇടറി വീഴുവാൻ ഇടയാകുകയോ ചെയ്യാത്ത വിധത്തിൽ വചനം വായിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മ സാന്നിധ്യം അവരെ ജയാളിയായി മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെ പ്രവൃത്തികളിൽ ഹല്ലേലൂയ അതെ ഞാനും നിങ്ങളും ഇടർച്ച തുടരുകയാണെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെയോ ബിസിനസിനെയോ ജോലിയെയോ കുടുംബത്തെയോ തകർക്കുവാനും ബാധിക്കുവാനും തക്കവണ്ണം ഇടയായി. ഇന്ന് അനേകരുടെ ബിസിനസ് തകർന്നു പോകുവാൻ, അനേകരുടെ കുടുംബജീവിതം തകർന്നു പോകുവാൻ, അനേകർ അസമാധാനത്തിൽ ആമേൻ തുടരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രവൃത്തി ഇടർച്ചയുള്ളതായതുകൊണ്ടാണ്. അതെ, വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, സമൂഹത്തിലാകട്ടെ എല്ലാം ഇടർച്ചയാ. സംസാരം ഇടർച്ച, പ്രവൃത്തി ഇടർച്ച, പെരുമാറ്റം ഇടർച്ച. അല്ലെ, നേരത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ ദുഷ്ടന്മാർ. ഹല്ലേലൂയ. ഇടർച്ചയോ തെറ്റുകളോ ഹല്ലേലൂയ തടയാ. രാവും പകലും ദൈവവചനം ധ്യാനിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവവചനത്തെ കൂടുതലായി സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും അത് ഇടയായി തീരുമ്പോൾ ഹല്ലേലൂയ അതിലൂടെ അതേ പരിശുദ്ധാത്മാവ് നമ്മെ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെയുള്ളവർക്കാണ് മഹാസന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത്. അവർക്കാണ് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലാതെ വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വലിയ സമാധാനം ലഭിക്കും. ആമേൻ. ദൈവവചനം ഉപയോഗിച്ച് നിങ്ങളുടെ ദിവസം ആമേൻ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ദൈവവചനം ഉപയോഗിച്ച് നിങ്ങളുടെ ദിവസം അവസാനിപ്പിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെയായാൽ ഹല്ലേലൂയ വലിയ സമാധാനത്തിനിടയിൽ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം, ആ മഹത്വത്തിലേക്ക് എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അതേ പുരോഗതി കൈവരിക്കുവാനും അതേ വളരുവാനും അതേ വികസിപ്പിക്കുവാനും ഹല്ലേലൂയ അതേ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ അതേ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കാം. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. അതെ, ആരാണ് ഭൂമിയെ കൈവശമാക്കുന്നത്? സൗമ്യതയുള്ളവരാണ്. അവർ സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. യഥാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടം ദൈവമായതുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വചനത്തെ പ്രിയപ്പെടുന്നവർക്ക് എന്തുണ്ട്? ഹല്ലേലൂയ മഹാസമാധാനമാണ്. ഹല്ലേലൂയ. നിന്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ സമാധാനമുണ്ട്.
അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയെ. ഈ ആഴ്ചയുടെ പ്രാരംഭം ഹല്ലേലൂയ കേട്ട വചനം ഈ ഒരാഴ്ച മുഴുവൻ ജയകരമായ ജീവിതം നയിപ്പാൻ എന്നെ നിങ്ങളെയും അതേ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന വചനമാണ്. ഈ ദിവസങ്ങളിൽ വലിയ കൊള്ളകെട്ടുകളെ പോലെ കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷിക്കുവാൻ ഇടയാണ്. ദിവസം 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കാൻ ഭക്തൻ തയ്യാറായതുപോലെ ലഭിക്കുന്ന സമയമെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുക. ഒരിക്കൽ കൂടെ പറയട്ടെ, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമാണ്. രാവും പകലെന്നും ഇല്ല. ദൈവവചനം ലഭിക്കുന്ന സമയമെല്ലാം വായിക്കുവാൻ, കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ, ആമേൻ. ഒരു ദിവസത്തിന്റെ ആരംഭം ദൈവവചനം വായനയിലൂടെ ആകട്ടെ. ഒരു ദിവസത്തിന്റെ അവസാനം ദൈവവചന ധ്യാനത്തിലൂടെ ആകട്ടെ. അങ്ങനെയാണ് നിങ്ങൾ ആയിരിക്കുന്ന വീട്ടിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ആമേൻ, നിങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം മഹാസമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതും. ഹല്ലേലൂയ. ഭക്തൻ ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. ഹല്ലേലൂയ. വലിയ കള്ള കണ്ട് കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ എന്ത് ചെയ്യുന്നു? ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ആനന്ദിക്കത്തക്ക മഹാസന്തോഷമുണ്ട്, അതേ മഹാസമാധാനമാണ് നമ്മെ നിറയ്ക്കുന്നത്. മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കി ജയകരമായ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഈ ലൈവിലൂടെ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി ആ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും അസ്വസ്ഥരായിരിക്കുന്നുവെങ്കിൽ, രോഗികളായിരിക്കുന്നുവെങ്കിൽ, ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, വിശാലത നൽകുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, സമൃദ്ധി നൽകുന്ന, ആരോഗ്യം നൽകുന്ന കർത്താവിനോട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ അവിടുത്തെ സ്നേഹത്തെ കുറിച്ചുള്ള ആ സ്നേഹത്തെ എങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു എന്നുള്ള സന്ദേശം 119 സങ്കീർത്തനം 161 മുതൽ 168 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് അതിന്റെ 165 വാക്യത്തിലൂടെ ഇത്രത്തോളം സമയം ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ വചനത്തെ നിരന്തരം സ്നേഹിക്കുക, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പണിയണമേ. ഇന്ന് പകൽ ഞങ്ങളെ ആഴമായി സമർപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ അനേകർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുന്നതിന് ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും, സമസ്ത മേഖലകൾ വിശുദ്ധ തിരുവഴുത്തിൽ പറയുന്നത് പോലെ ആയിത്തീരുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സമർപ്പിക്കുന്ന നാഥ, ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളിലൂടെ ഈ സ്നേഹം അനേകർ അനുഭവിക്കുവാൻ, ഈ സന്തോഷം അനുഭവിക്കുവാൻ, ഈ സൗഖ്യം ഏറ്റെടുക്കുവാൻ, ഈ വിടുതൽ അനുഭവിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കും. ഇന്ന് പകൽ ഈ ലൈവിൽ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ആ മഹാസന്തോഷത്തിലേക്ക്, ആ മഹാസമാധാനത്തിലേക്ക് അങ്ങ് അവരെ കൈപിടിച്ച് നടത്തണമേ. അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പാപങ്ങളെ, തേടുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾ ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസറേനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. അസമാധാനത്തിലായിരിക്കുന്നവർ സമാധാനം പ്രാപിക്കണം. ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വിശാലതയുണ്ടാകണം. പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ.
നിങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ ഒരിക്കൽ കൂടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ചേർന്ന് പാടി.
നടത്തിയ വിധങ്ങളെ ഓർത്താണ് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. ഇന്ന് പകൽ ഹല്ലേലൂയ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഹല്ലേലൂയ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ ഭാരങ്ങളുടെ, വേദനകളുടെ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകാതെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വചനത്തെ പ്രിയപ്പെടുന്ന ഒരു ദൈവ പൈതലിന് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഹല്ലേലൂയ ആമേൻ. മാത്രമല്ല ദൈവവചനത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസന്തോഷമുണ്ട്. ഹല്ലേലൂയ ആ സന്തോഷം അനുഭവിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഷിജു ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം കർത്താവേ. ആമേൻ. ഇത്രത്തോളം സമയം അവിടെ പാതപെട്ടിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവ ഞങ്ങളുടെ ജീവിതം നൽകുന്ന അവസരക്കാർ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം കർത്താവ്. ഇന്ന് വൽക്കാൻ ഞങ്ങളോടുകൂടെ ആരാധനയിലായിരുന്ന എല്ലാ പ്രവർത്തകരും പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കൂടുമായി പങ്കെടുത്ത കൃപയിൽ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം കർത്താവേ. അപ്പോൾ ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസനോട് ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ ശക്തി ചില ബലപ്പെടുത്തിയല്ലോ കർത്താവ്. പിന്നെയും അധികമായി കർത്താവ് വർദ്ധിച്ചു കർത്താവിടെ ആ പ്രഭുത്തിന് അഭിഷേകത്തെ പുത്തും കൃപയാ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ്. നിറച്ചക്കാലം കർത്താവ് ഞാൻ ആയിരത്തിടങ്ങളായി കർത്താവ് കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം കർത്താവിന്റെ കാര്യത്തിലും കാവല് സൂക്ഷിപ്പുണ്ടായിരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഹല്ലേലൂയായിരിക്കും എല്ലാവരെയും അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. അവരെ ഒരാഴ്ചക്കാലം നടത്തുന്ന ആവശ്യമായി ജീവം അന്വേഷിപ്പാൻ അവരെ സഹായിച്ചാൽ നന്ദിയോട് ശ്രദ്ധിക്കുന്നു സ്തോത്രം കർത്താവേ. ഈ ബലത്തോടെ പോയിക്കൊള്ളുക എന്നാണ് തിരുവനന്തപുരം വായിക്കുന്ന പോലെ. അപ്പൊ ആ ഒരാഴ്ചക്കാലം ഞങ്ങൾ നടത്തുമാറാവണമേ അവിടുത്തോട് പ്രാർത്ഥിക്കാം. അവസാനം ഞങ്ങളോട് കൂടി സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തി എല്ലാവിധങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ഇന്ന് പകൽ ആമേൻ ഭാഗികമായി മുഴുവൻ സമയവും അല്പസമയം ഒക്കെയായി സമയം വേർതിരിച്ച് ഈ ലൈവിൽ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആമേൻ വ്യക്തിപരമാകുന്ന ആവശ്യങ്ങൾ ആമേൻ എല്ലാം ദൈവം നടത്തി തരട്ടെ. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഈ മിനിസ്ട്രിയോട് ചേർന്ന് ആമേൻ കൈത്താങ്ങുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദർശനവും ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തും ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കുന്നു. ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആരാധന നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് തരിക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് വാട്സ്ആപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആമേൻ. അനേക പ്രിയപ്പെട്ടവർ അതിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്ക് ഈ ഫേസ്ബുക്ക് ലൈവിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. ഇന്നത്തെ ആരാധന അതുപോലെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ചർച്ചക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. ഇതൊരു ശുശ്രൂഷയായി കാണുക. ഒരു പക്ഷേ ഒരു വചനമായിരിക്കാം, ഒരു പാട്ടിന്റെ വരികളായിരിക്കാം, താളമേളങ്ങളൊന്നുമല്ല, അർത്ഥവത്തായ പാട്ടിന്റെ വരികൾ. ആമേൻ. ഒരു പക്ഷേ ആമേൻ പാട്ടിന്റെ ആ താളത്തിലായിരിക്കത്തില്ല, അതിന്റെ വാക്കായിരിക്കാം ഒരു മനുഷ്യനെ ജീവനിലേക്ക് നയിക്കുന്നത്. ആമേൻ. പ്രസംഗത്തിന്റെ ബോധത്താൽ ഹല്ലേലൂയ ദൈവവചനം ദൈവശക്തിയായി അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രസംഗത്തിന്റെ ഗാംഭീര്യതയല്ലല്ലോ ആമേൻ ഇന്ന് പകലിൽ അതേ വരും ദിവസങ്ങളിൽ അതേ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് അനേകർ തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന സ്നേഹവാനായ ദൈവത്തെക്കുറിച്ചുള്ള വചനം ഒരു പക്ഷേ അവർക്ക് ജീവനായി ആശ്വാസമായി പരിണമിക്കുവാൻ തക്കവണ്ണം
നഷ്ടപ്പെടാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കാം ഈ മിനിസ്ട്രിയിൽ ഒരു സപ്പോർട്ടായി മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആമേൻ. യൂട്യൂബിൽ ഈ മെസ്സേജ്, ഈ ആരാധന അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുവാൻ കഴിയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്തൃവേലയിൽ, ഈ മിനിസ്ട്രിയിൽ ആമേൻ ഒരുമിച്ച് പ്രവർത്തിക്കാം. പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരുമല്ലോ. കർത്താവിന്റെ വരവ് വരെ വിശുദ്ധിയിൽ തികഞ്ഞവരായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ആശീർവാദത്തിനായി തലകട വടക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയേ, മനസാൽ ഉടയമാകോ നദ പാരേനെ വന്നേന നീനക്കാമേ, മനസാൽ ഉടയമാകോ നദ പാരേനെ വന്നേന നീനക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടിയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്നൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.